ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി പൊട്ടാറ്റോ, അതായത് നമ്മൾ ഉരുളക്കിഴങ്ങ് കറി കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് നല്ല ചീന്തിയിട്ട് കൊടുത്താൽ മതി. ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ. പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാല ഇട്ടൊരു കറിയാണ്. അപ്പം മസാല ആക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്നുണ്ട്. അപ്പം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്നത് വേവിച്ചെടുക്കണം കേട്ടോ. അടിപൊളി കറിയാണിത്. ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇഡ്ഡലിക്കൊക്കെ കൂട്ടീനെ മെയിനായിട്ടുള്ളൊരു കറി കേട്ടോ. ചട്നിക്കാട്ടൊക്കെ കൂടുതൽ ഈ ഒരു കറി കേട്ടോ. ഇഡ്ഡലിക്കും വെള്ളപ്പത്തിനും ചോറിനൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഈ കറി. മസാലക്കറി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കറിയൊക്കെ കൂട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടാവും ഈ കറി കൂട്ടുമ്പോൾ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മുഴുവനായിട്ട് വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് എന്നിട്ട് നമുക്ക് വലിയ ജീരകം ഉണ്ടല്ലോ അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇടുന്നതിൻ്റെ മുന്നേ തന്നെ കറിവേപ്പിൻ്റെയും ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ വലിയ ജീരകം ഇട്ടതിന് ശേഷം പൊട്ടിയതിന് ശേഷം എന്താ പറയുക, കറിവേപ്പിൻ്റെയും ചുവന്നുള്ളിയൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ചരുകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർക്കുന്നത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് വറുത്തൊരു ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. കാരണം കറുത്ത കളറുള്ള കറിയല്ല കേട്ടോ. മഞ്ഞ കളറിലൊരു കറി ചേർത്തുണ്ടാവും. അപ്പോൾ ഓവറായിട്ട് വറുത്ത് പോയത് പിന്നെ വേറൊരു ടേസ്റ്റ് ആവും. മീഡിയം ഒരു ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരും. കളറൊക്കെ ഒന്ന് മാറി നല്ല സ്മെല്ല് വരുന്ന സമയത്തൊക്കെ ഓഫായി കൊടുത്താണ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ. മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മളതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അതുപോലത്തെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ പറയണ്ടല്ലോ, അരച്ചെടുത്തതിന് ശേഷം നമ്മളെ കുക്കർ ഉരുളക്കിഴങ്ങൊക്കെ വെന്തുണ്ടാവും. അപ്പോൾ കുക്കറൊക്കെ തുറന്ന് ഉരുളക്കിഴങ്ങൊക്കെ വെന്തോന്നൊക്കെ നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറുങ്ങനെ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് ഉടച്ച് കൊടുക്കരുത്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും അതിൽ തന്നെ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്തുകൊണ്ട് നമുക്ക് കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം കൂടുതൽ വെള്ളമായിങ്ങണ്ട് വെള്ളം പോലുള്ളൊരു കറിയല്ല കേട്ടോ. നല്ല കുറുകിയൊരു കറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പത്തിരിക്കും ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്തേക്കുള്ളൂ. പിന്നെ ജീരകത്തിൻ്റെ ചായയൊക്കെ ഉള്ളത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ തേങ്ങയൊക്കെ പറന്ന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസൊക്കെ ഓഫാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ കറിയിൽ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തൂമിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ആ കായ്മുളക് ഉണ്ടല്ലോ, ഉണക്കമുളകും കറിവേപ്പിൻ്റെലും കൂടി ഇട്ടുകൊണ്ട് മൂപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറി കേട്ടോ. രാവിലെയൊക്കെ എന്താ പറയുക, സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോകുന്ന ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. പിന്നെ എന്താ പറയുക, ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് അയക്കാൻ പറ്റിയ അടിപൊളി കറി കേട്ടോ. സൂപ്പർ കറിയാണ്, മസ്റ്റ് ട്രൈ ആണ്. ഞങ്ങൾ രാവിലെ പത്തിരിക്കൊക്കെ കൂട്ടും, പത്തിരിക്കും ചോറിനും ഇഡ്ഡലിക്കൊക്കെ കൂട്ടും. അടിപൊളി കറിയാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോളി. എന്താ പറയുക, സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.